ഹലോ ഫ്രണ്ട്സ്, നമുക്ക് LCMന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഇങ്ങനെയുള്ള അഭാജ്യ സംഖ്യകളുടെ ലസാഗു എങ്ങനെ കാണാമെന്ന് നോക്കാം. ഇങ്ങനെയുള്ള അഭാജ്യ സംഖ്യകളുടെ ലസാഗു കാണാൻ തന്നിരിക്കുന്ന എല്ലാ ബേസ് നമ്പേഴ്സും അവയുടെ ഏറ്റവും വലിയ പവേഴ്സും എഴുതിയാൽ മതി. അതായത് ഇങ്ങനെയുള്ള അഭാജ്യ സംഖ്യകളുടെ ലസാഗു കാണാൻ തന്നിരിക്കുന്ന എല്ലാ ബേസ് നമ്പേഴ്സിലും അതിൻ്റെ ഏറ്റവും വലിയ പവേഴ്സ് എഴുതിയാൽ മതി. അപ്പോൾ എല്ലാ ബേസ് നമ്പേഴ്സും ഇതിനുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 2, 3, 5, 2, 3, 5, 2, 3, 5, 2, 3, 5. ഇതിൻ്റെ ഏറ്റവും വലിയ പവർ 2ൻ്റെ വലിയ പവർ ഇവിടെ, 2ൻ്റെ ഏറ്റവും വലിയ പവർ 4. അപ്പം 4 ഇവിടെ എഴുതി. 3ൻ്റെ ഏറ്റവും വലിയ പവർ 4, 5ൻ്റെ ഏറ്റവും വലിയ പവർ 4. അപ്പം ഇങ്ങനെയുള്ള എല്ലാ അഭാജ്യ സംഖ്യകളുടെയും ബേസ് നമ്പറിൻ്റെ ഏറ്റവും വലിയ പവർ എഴുതി. അതാണ് ഇങ്ങനെയുള്ള അഭാജ്യ സംഖ്യകളുടെ ലസാഗു എന്ന് പറഞ്ഞ് അടുത്ത മോഡൽ പ്രോബ്ലത്തിലേക്ക് പോകാം. 8, 12, 24 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അപ്പോൾ നമുക്ക് ആദ്യം 8, 12, 24 എന്നതിൻ്റെ LCM കാണാം. 8, 12, 24 4 കൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും 2, 3, 6, 3 കൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും 1, 2, 2 കൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും 1, 1, 1. ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 4 × 3 × 2 24 എന്ന് കിട്ടും. ഇനി ഇത് 3 ശിഷ്ടം വരുന്ന ചെറിയ സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ LCM പ്ലസ് ശിഷ്ടമാണ് കാണേണ്ടത്. അതായത് LCM പ്ലസ് ശിഷ്ടം എന്ന് പറയുമ്പോൾ 24 പ്ലസ് 3 അല്ലേ ശിഷ്ടം, 3 = 27 എന്ന് കിട്ടും. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. 8 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരണം. 12 കൊണ്ട് ഹരിക്കുമ്പോൾ 7 ശിഷ്ടം വരണം. 16 കൊണ്ട് ഹരിക്കുമ്പോൾ 11 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 8, 12, 16, 8, 12, 16 ഇവയുടെ LCM ആണ് കാണേണ്ടത്. LCM എന്ന് പറയുന്നത് 48 എന്ന് കിട്ടും. ഇനി 8 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരണം. 8 - 3 5. 12 കൊണ്ട് ഹരിക്കുമ്പോൾ 7 ശിഷ്ടം വരണം, 5. 16 കൊണ്ട് ഹരിക്കുമ്പോൾ 11 ശിഷ്ടം വരണം, 5. എല്ലാത്തിൻ്റെയും കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഈ കിട്ടിയ LCM 48നോടൊപ്പം 5 മൈനസ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഏറ്റവും ചെറിയ സംഖ്യയായ 43.